എന്തായാലും ജി സുധാകരൻ കണ്ടു, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന കാര്യം പറഞ്ഞു, മടങ്ങി എന്നതൊഴിച്ചാൽ അതിൽ വേറെ പ്രത്യേകിച്ചൊന്നും സംഭവിച്ചിട്ടില്ല. പക്ഷേ ഇപ്പോൾ സ്വാമി സച്ചിദാനന്ദക്കെതിരെ രൂക്ഷമായ ഭാഷയിലാണ് ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ പ്രതികരിച്ചിരിക്കുന്നത്. എന്താണ് വിവരങ്ങൾ? ഹർഷൻ, ഏതായാലും ജി സുധാകരൻ ഇവിടെ വെള്ളാപ്പള്ളിയെ കാണാനെത്തിയത് അങ്ങേയറ്റം രഹസ്യാത്മകമായിട്ടുള്ള ഒരു യാത്രയായിരുന്നു. പ്രത്യേകിച്ചും കുറച്ച് ദിവസങ്ങളായി തന്നെ ജി സുധാകരൻ തുടരുന്ന ഒരു രീതിയും അതിൻ്റെ ഭാഗമാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ വാർത്ത വന്ന സമയത്തെല്ലാം ജി സുധാകരൻ കോൺഗ്രസിനോട്ട് പോയാൽ അതൊരു ആത്മഹത്യാപരമായ തീരുമാനമാകും എന്ന അഭിപ്രായ പ്രകടനമായിരുന്നു വെള്ളാപ്പള്ളി നടേശന് ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ജി സുധാകരൻ്റെ ഒരു കൂടിക്കാഴ്ചയ്ക്ക് ശേഷം വെള്ളാപ്പള്ളി നടേശൻ ആ ഒരു അഭിപ്രായത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നുവെന്ന് അങ്ങനെ പറയാൻ സാധിക്കില്ല. പ്രത്യേകിച്ചും ആ കാര്യവുമായി ബന്ധപ്പെട്ട് വെള്ളാപ്പള്ളി പറഞ്ഞത് ഈ ജി സുധാകരൻ ആരും പിന്തുണച്ചിട്ടില്ല, പിന്തുണച്ചാൽ അദ്ദേഹം സ്വീകരിക്കുമെന്നതാണ്. മറ്റൊരു വെള്ളാപ്പള്ളിയുടെ പ്രതികരണം എന്ന് പറയുന്നത് അത് സ്വാമി സച്ചിദാനന്ദയെ കുറിച്ചുള്ളതാണ്. പ്രത്യേകിച്ചും ശിവരി മഠം ട്രസ്റ്റിന്റെ മേലധികാരിയായി നിൽക്കുന്ന ആ ഒരു കസേരയിലിരിക്കുന്ന അദ്ദേഹം കഴിഞ്ഞ ദിവസമാണ് കോൺഗ്രസ് നേതൃത്വത്തിന് 18 പേരുടെ ലിസ്റ്റ്, അതായത് സ്ഥാനാർത്ഥിയെ നിർത്താൻ സാധ്യതയുള്ള ഈഴവ പ്രാതിനിധ്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ലിസ്റ്റ് കൈമാറിയത്. ഇതിനെ വെള്ളാപ്പള്ളി നടേശൻ നിശ്ചിതമായി വിമർശിക്കുകയായിരുന്നു. സച്ചിദാനന്ദൻ പമ്പര വിഡ്ഢി എന്നുള്ള ഒരു സമീപനമായിരുന്നു വെള്ളാപ്പള്ളിയുടെ സ്വയസിദ്ധമായിട്ടുള്ള രീതിയിൽ അദ്ദേഹത്തിന്റെ പ്രതികരണം വന്നത്. ആ കസേരയിലിരിക്കാൻ യോഗ്യനല്ല എന്നും ഇത്തരത്തിലൊരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു കാര്യം അദ്ദേഹം ചെയ്യേണ്ടതല്ല എന്നുമുള്ള രൂക്ഷമായിട്ടുള്ള പ്രതികരണം വെള്ളാപ്പള്ളിയുടെ ഭാഗത്തുനിന്ന് വരുമ്പോൾ പ്രത്യേകിച്ചും SNDPക്ക് ഉള്ളിൽ തന്നെ ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ നിൽക്കുകയാണ്. നമുക്കറിയാം, കോടതി ഇടപെട്ടുകൊണ്ട് SDP യോഗം ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള വെള്ളാപ്പള്ളി നടേശന്റെ ആ ഒരു സംഘടനയെ നയിക്കുവാനുള്ള യോഗ്യത ഇപ്പോൾ റദ്ദ് ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതിനുശേഷം ആദ്യമായിട്ടാണ് വെള്ളാപ്പള്ളി നടേശൻ മാധ്യമങ്ങളെ കാണുന്നത് പോലും. അപ്പോൾ ഇങ്ങനെയൊരു സാഹചര്യത്തിലാണ് ഈ സച്ചിദാനന്ദയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് കൂടി വെള്ളാപ്പള്ളി നടേശൻ രൂക്ഷമായിട്ടൊരു പ്രതികരണം നടത്തിയതെന്നും ഈ വിഷയത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ തിരഞ്ഞെടുപ്പിൽ മുൻപൊന്നും ശിവരി മഠം ഇത്തരത്തിലുള്ള അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങളായിട്ട് ഇത്തരത്തിലുള്ള ഒരു സമീപനം ശിവരി മഠത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. അതിനു മുൻപാണ് ശിവകാനന്ദയൊക്കെ ഉണ്ടായിരുന്ന ഒരു സമയത്താണ് രാഷ്ട്രീയത്തിൽ കൂടുതലായിട്ടും ശിവഗിരി മഠം ഇടപെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അതിനുശേഷം നമുക്കറിയാവുന്നതാണ് SNDP യോഗത്തിൽ ശിവകാനന്ദയും വെള്ളാപ്പള്ളി നടേശനുമായിട്ടുണ്ടായിരുന്ന ഒരു പ്രശ്നങ്ങളും ഒക്കെ അതിനെ തുടർന്നുണ്ടായ വിവാദങ്ങളെല്ലാം നമുക്ക് അറിയാവുന്നതാണ്. അതിനുശേഷം SNDP യോഗം ജനറൽ സെക്രട്ടറി ആയിരുന്നു ഇത്തരത്തിലുള്ള ശക്തമായിട്ടുള്ള രാഷ്ട്രീയ നിലപാടുകളെല്ലാം SNDP യോഗവുമായി ബന്ധപ്പെട്ടും ഈഴവ സമുദായവുമായി ബന്ധപ്പെട്ടും എല്ലാം പറയാറുണ്ടായിരുന്നത്. അതിനുശേഷം ഇപ്പോഴുള്ളൊരു അധികാരത്തിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ യോഗത്തിന്റെ നേതൃത്വവുമായി ബന്ധപ്പെട്ടുള്ള ഈ പ്രശ്നം നിലനിൽക്കുമ്പോൾ ഇത്തരത്തിൽ ശിവഗിരി ട്രസ്റ്റ് മഠാധിപതിയുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള ഒരു സമീപനം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു പ്രതികരണം ഉണ്ടാകുമ്പോൾ രാഷ്ട്രീയ നേതൃത്വവുമായി അദ്ദേഹം നേരിട്ട് തന്നെ ചർച്ച നടത്തുകയും ഇത്തരത്തിൽ 18 പേരുടെ ഒരു പട്ടിക തന്നെ സ്ഥാനാർത്ഥിയാക്കുവാൻ വേണ്ടിയിട്ട് നേതൃത്വത്തിന് കൈമാറുകയും ചെയ്തൊരു സാഹചര്യം വന്നപ്പോൾ തീർച്ചയായിട്ടും വെള്ളാപ്പള്ളി നടേശൻ അതിനെ സ്വീകരിക്കുന്നത് ഒരു അധികാരത്തിന്, തൻ്റെ ഇത്രയും നാളത്തെ 30 വർഷത്തിന് മേലെയുള്ള അധികാരത്തിന് നേരെയുള്ള ഒരു തുടർന്ന വെല്ലുവിളിയായി തന്നെയായിരിക്കണം. അതുകൊണ്ട് തന്നെ അങ്ങേയറ്റം രൂക്ഷമായിട്ടുള്ള ഒരു ശബ്ദത്തിലായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോൾ ഏതായാലും സ്വാമി സച്ചിദാനന്ദയ്ക്കെതിരെ പറഞ്ഞത്. അദ്ദേഹം സ്വാമിയല്ല, ആസാമിയാണ് എന്നതടക്കമുള്ള കാര്യങ്ങളായിരുന്നു പറഞ്ഞത്. ഹർഷൻ.